വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നലെ മുതൽ നമ്മൾ മെറ്റാ ആൻഡ്രോമേന അപ്ഡേറ്റിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ 2024 സെപ്റ്റംബറിൽ ഈ പറയുന്ന അപ്ഡേറ്റ് വരുന്നുണ്ടെന്നുള്ളത് മെറ്റ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 ആയപ്പോഴത്തേക്കും ഗ്രാജുവലി അപ്ഡേറ്റ് പല നമ്മുടെ ക്യാമ്പയിൻസിനകത്തൊക്കെ ഇംപ്ലിമെൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പം എക്സാക്ട്ലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു 4 ഡിഫറെൻറ്റ് റൂൾസ് അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് കാര്യങ്ങളെ കുറിച്ച് അനലിസ്റ്റ് പറയുന്നത്. അതായത് ഫസ്റ്റിൽ വരുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ഗോ ബ്രോഡ്. അതായത് നമ്മുടെ ക്യാമ്പയിൻസ് നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓവറായിട്ട് ടാർഗറ്റ് ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ മാനുവലായിട്ട് തന്നെ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്, ഡിഫറെൻറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിഹേവിയർ പാറ്റേണിലുള്ള ആളുകളിലേക്ക് നമ്മൾ ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുന്നു. അപ്പം എക്സാക്ട്ലി ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഓവറായിട്ട് ഓവർ ടാർഗറ്റിംഗ് പോലെ ഫീൽ ചെയ്യും. ബട്ട് ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മെറ്റ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് AI വെച്ചിട്ട് അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാമ്പയിൻസ് ആരൊക്കെ കാണണം അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻസ് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സുള്ള ഓഡിയൻസ് കാണണം എന്നുള്ള രീതിയിൽ മെറ്റ ഐഡന്റിഫൈ ചെയ്ത് മെറ്റ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. രണ്ടെന്ന് പറയുന്നത് ക്രിയേറ്റീവ് വെറൈറ്റി. അതായത് നമുക്ക് നേരത്തെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഒരേ സ്റ്റൈലിലുള്ള ഡിഫറെൻറ്റ് ക്രിയേറ്റീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പം അങ്ങനത്തെ ക്യാമ്പയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ എന്താ, നമ്മൾ ആ സിനാരി ഫുൾ ചേഞ്ച് ചെയ്യണം. അതായത് നമ്മളൊരു 5 to 10 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്യാമ്പയിൻസ് നമ്മൾ റൺ ചെയ്ത് നോക്കണം. അതായത് ഡിഫറെൻറ്റ് ഹൂക്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇമോഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ക്യാരി ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്യാമ്പയിൻസ് നമ്മൾ റൺ ചെയ്ത് നോക്കണം. അപ്പം അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മെറ്റ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുഷ് ചെയ്തോളും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള റീച്ചും അതനുസരിച്ചുള്ള കൺവേർഷൻസും നമുക്ക് ജനറേറ്റ് ചെയ്യും. മൂന്നെന്ന് പറയുന്നത് കൺവേർഷൻ സിഗ്നൽസ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ വെബ്സൈറ്റിന് വേണ്ടി ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് വേണ്ടി നമ്മളൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ ഒരു ലാൻഡിംഗ് പേജിനകത്തേക്ക് നമ്മുടെ ലാൻഡിംഗ് പേജിനകത്തേക്ക് ആരൊക്കെ വന്ന് നമ്മുടെ ഫോം ഫില്ല് ചെയ്തു അല്ലെങ്കിൽ അവരെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ആരൊക്കെ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് വന്നു, വിസിറ്റേഴ്സിനെ നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ആരൊക്കെ പർച്ചേസ് ചെയ്തു, ആരൊക്കെ കാർട്ട് സെക്ഷനിലേക്ക് വന്നു, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് അവർ വിസിറ്റ് ചെയ്തു, ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണ് വിറ്റ് പോകുന്നത്, അങ്ങനത്തെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കൺവേർഷൻ ട്രാക്കിംഗ് നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനത്തെ ക്യാമ്പയിൻസിനെ മെറ്റ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ഫാസ്റ്റർ ആൻഡ് അഡാപ്റ്റ് ഫാസ്റ്റർ. അതായത് നമുക്കൊരു ക്യാമ്പയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിൻ ഇട്ടിട്ട് ഒരു 1-2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യും, അത് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെ നോക്കാനൊക്കെ വെയിറ്റ് ചെയ്യും. ബട്ട് ഇപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ വർക്കൗട്ട് ആവുന്നില്ല. അപ്പം നമ്മൾ കൃത്യമായ സമയങ്ങളിൽ നമ്മുടെ ക്യാമ്പയിൻസിൻ്റെ അതായത് ക്രിയേറ്റീവ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. വർക്കൗട്ട് ആവുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഫാസ്റ്ററായിട്ട് തന്നെ ക്രിയേറ്റീവ്സിനെ ചേഞ്ച് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഓഫർ, ഇപ്പം നമ്മൾ 25% ഓഫർ ഉണ്ടെന്നുള്ള രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ട് എന്തെങ്കിലും ട്വീക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഓഫറിന് പറയുന്ന രീതിയിൽ ഡിഫറൻസ് വരുത്തി കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവും. ചില കേസുകളിൽ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു 4 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു 4 റൂൾസ് ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. അതായത് ഒന്ന് ഗോ ബ്രോഡ്, അതായത് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞ കാര്യം. രണ്ടെന്ന് പറയുന്നത് ക്രിയേറ്റീവ് വെറൈറ്റി. മൂന്നെന്ന് പറയുന്നത് കൺവേർഷൻ സിഗ്നൽസ്. നാലാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഫാസ്റ്റർ ആൻഡ് അഡാപ്റ്റ് ഫാസ്റ്റർ. ഓക്കെ.